ഹലോ ഗൈസ്, ഇറ്റ് ഈസ് മീ നെസു. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളെ ക്യാറ്റിനെ ഗ്രൂം ചെയ്യിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പോൾ ഇന്ന് കൊണ്ടുപോയി ഗ്രൂം ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ള സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂമിങ് ഷോപ്പിലോട്ടാണ് ഞങ്ങൾ ഇവളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ പൂച്ചയൊക്കെ ഉള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ടൈമിൽ അവർക്ക് വാക്സിനൊക്കെ എടുക്കുക. ഇപ്പോൾ പലവിധ അസുഖങ്ങളൊക്കെ ഉള്ള സീസണാണ്. മാക്സിമം അവരെ പുറത്തോട്ട് ഇറങ്ങാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവളെ ഒരു ബാഗിനുള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാഗ് തന്നെയാണിത്. ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവളെ ഇതിനകത്തിട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല ഇതിനകത്ത് കിടക്കുന്നത്, ഇഷ്ടമല്ല. ഇങ്ങനെ ചാടിപ്പോകാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടി പോകാനായിട്ട്. അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു ശീലക്കാരിയല്ല. എൻ്റെ സ്കൂട്ടിയുടെ ആ റൈറ്റിലെ ഗ്ലാസ് പൊട്ടിയിരുന്നതാണ്. അപ്പം ഞാനത് എടുത്ത് ഫുള്ളായിട്ടതങ്ങ് ഒഴിവാക്കിയതാണ്. അത്രയും സ്ഥലം എം ടി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു പൂച്ചേനെ ഇങ്ങനെ ഗ്രൂം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഈ രോമങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ഈ 2-3 മണിക്കൂർ നമ്മൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്, എങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ താത്തായുടെ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു വലിയൊരു ആറുണ്ട്, നല്ല വ്യൂ ആണ് കാണാൻ, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. വലിയ ഇൻട്രസ്റ്റിലായിരുന്നെങ്കിലും ഞാൻ കൂടെ പോകാൻ തയ്യാറായി. അങ്ങനെ ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു റോഡ്, ഒരു ബൈ റോഡിലോട്ട് കയറി. നല്ല ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം വണ്ടിയുടെ ആ മിറർ വെച്ചിരുന്ന ഭാഗമൊക്കെ നല്ലതായിട്ട് കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഒരു ഇരുട്ട് മൂടി ഒരു സ്ഥലമായിരുന്നു. ആരുടെ ഒരു ജനവാസ മേഖലയാണെന്ന് എനിക്ക് തോന്നിയില്ല. കണ്ടാൽ നമുക്കൊരു എന്തോ പോലെ തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നിട്ടും നമ്മൾ പോയി, അവിടെ നിന്നില്ല, മുന്നോട്ട് തന്നെ പോയി. ഇവൻ നല്ല കോൺഫിഡൻസ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഫൈനലി ഗൈസ് നമ്മളവിടെ എത്തി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം. ചെന്നപ്പോഴേ എനിക്കിഷ്ടമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ വണ്ടി ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഞാനും അവനും കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലമാണെന്നുള്ളത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്, കാണുന്നതൊക്കെ. കാരണം ഞാനിവിടെ ഇതുവരെയും വന്നിട്ടില്ല. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഫോണിനിങ്ങനെ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിരെ വന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ മുന്നിലോട്ട് പോയിട്ട് ഒരു ബൈ റോഡുണ്ട്. അതിനുള്ളിലൂടെ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്.
നമ്മളിവിടെ വന്നിട്ട് തന്നെ 1 മണിക്കൂറിൽ കൂടുതലായി. അവർ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി. ഒരു ടീ കുടിക്കാനുള്ള നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു. അയ്യോ പട്ടി. അങ്ങനെ ഫൈനലി നമ്മളൊരു ചായക്കടയിലെത്തി. ചായക്ക് പറഞ്ഞു. അങ്ങനെ ചായക്ക് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. ഞാൻ വീഡിയോയിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് കണ്ണ് പൊത്തിയിരിക്കുവാണ് ഒരുത്തൻ. അവന് കോൺഫിഡൻസ് കുറവാണ് വീഡിയോയ്ക്കൊക്കെ വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഗ്രൂമിങ് ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളിലോട്ട് കയറുവാണ്. നേരത്തെ നമ്മൾ വന്നപ്പോൾ ഒരു ഡോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ക്യൂട്ട് ഡോഗായിരുന്നു. ഇപ്പോൾ 2 ക്യാറ്റും കൂടിയുണ്ട് ആ കൂട്ടിനുള്ളിൽ. അപ്പോൾ നമ്മൾ തിരിച്ചു ചെന്നപ്പോൾ ഞങ്ങളുടെ ക്യാറ്റിനെ രോമമൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ നഖമൊക്കെ വെട്ടി കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി ഗ്രൂം ചെയ്ത് നമുക്ക് തിരിച്ചു തന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. ഫൈനലി അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ബാഗ് ഓപ്പൺ ചെയ്ത് ക്യാറ്റിനെ പുറത്തിറക്കണം. പുള്ളിക്കാരി നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.